അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോണേ? നമ്മൾ റൂം ടൂർ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് നമ്മൾ ഹോം ടൂർ റൂം ടൂർ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റണില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റൂം ടൂറാണ് ചെയ്യാൻ പോണത്. ആദ്യം നമുക്ക് നമ്മുടെ സ്ഥലമൊന്ന് കാണിച്ചിട്ട് വീടൊന്ന് കാണിച്ചിട്ട് റൂമിലോട്ട് പോകാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഏകദേശം വൈകിട്ടൊരു 5 മണി ആവാറായി. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ സൂര്യനെയൊക്കെ നോക്കിയിരിക്കാൻ രസമാണ്. നമ്മുടെ സ്ഥലം കാണാം. നമ്മുടെ അവിടുത്തെ സ്ഥലം പോലെ തന്നെയാണ് കേട്ടോ അജുവിൻ്റെ വീട്. അപ്പോൾ ഇത് മഴവെള്ളം പിടിക്കാനുള്ള സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. മുറ്റത്ത് ഇതുപോലത്തെ ചെറിയ തോടാണ്. വീടിൻ്റെ പുറകിൽ പാടമാണ്. ട്രൈപ്പോഡൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വാതിൽ. മമ്മീജി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പോവാം. എൻ്റെ പുറകെ വായ. ഓക്കെ തുറക്കട്ടെ. ഇതാണ് നമ്മുടെ മുറി. ആദ്യം നമുക്ക് ഈ ടേബിൾ ഇരിക്കുന്ന ഭാഗം കാണിക്കാമല്ലോ. അപ്പം ഇത് നമ്മുടെ ടേബിൾ ഇരിക്കുന്ന ഭാഗം കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഇവിടെ നമുക്കിങ്ങനെ കാണിക്കാമല്ലോ തിരിച്ച്. അപ്പം ആദ്യം ഇതെൻ്റെ ഒരു ഡയറിയാണ്. എൻ്റെ എല്ലാ കണക്ക് പുസ്തകങ്ങളും എഴുതുന്നൊരു ഡയറിയാണെന്ന് തന്നെ പറയാം. ഇത്തിരി വർഷമായിട്ട് കയ്യിലുള്ള ഡയറിയാണ്. കുറേ ഉണ്ട്. അത് എപ്പോഴും ഇപ്പോൾ വീഡിയോൻ്റെ കാര്യമാണെങ്കിലും പ്രൊമോഷൻസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം എഴുതേണ്ടത് കൊണ്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ ഫോണ്. പിന്നെ ഇത് നമ്മൾ കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതും പിന്നെ ഇത് നമ്മുടെ മൈക്കാണ്. മൈക്ക് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. മൈക്കിൻ്റെ ലിങ്ക് നമുക്ക് വീഡിയോയിൽ കൊടുക്കാം അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിയാണ്. ഇതെനിക്ക് അജു വാങ്ങി തന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കുറച്ച് കല്യാണത്തിന് മുമ്പൊക്കെ വാങ്ങി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇതിവിടെ തന്നെ വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ വാച്ച് ഇത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ ഒരിക്കൽ ഇത് കണ്ടിട്ടുണ്ട്. ഓൺലൈനിൽ കണ്ടിട്ട് നമ്മൾ കൊടൈക്കനാലിൽ ചെന്നപ്പം ഇത് കണ്ടു. അപ്പോൾ ഇതിങ്ങനെ എടുത്തു. നല്ല ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇതിന്. അതൊന്ന് മാറ്റി കുലുക്കി അങ്ങനല്ല. അത് നമുക്കിത് അവരെ പറയുന്നത് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നോക്കുമ്പോൾ എനിക്ക് മൈൻഡ് റിലാക്സേഷൻ വരുന്നില്ല. മൊത്തം ഔട്ടായി പോവാ. പക്ഷെ അവിടെ ഞങ്ങൾ കണ്ടത് പർപ്പിളും വൈറ്റും ആയിരുന്നു കേട്ടോ. അമ്മയെ പൊട്ടും വെച്ചേക്കട്ടെ. ഇതിലിങ്ങനെ നോക്കിയിരിക്കണം എന്നുള്ളതാണ്. അറൗണ്ട് 6 hours എടുക്കും മൊത്തത്തിൽ ഇത് താഴെ വീഴാണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഞങ്ങളിട്ട മിനിറ്റുകൾക്ക് താഴെ വിടുന്നത്. ഇടയ്ക്ക് ഞാൻ വിഷമം വരുമ്പോൾ വന്ന് നോക്കും. അപ്പൊ എനിക്ക് വിഷമം കൂടുമ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വിഷമം ഉണ്ടാകുമ്പോൾ നോക്കാൻ പറ്റിയ സാധനം. രണ്ടുപേരെയും വാച്ച്. പിന്നെ നമ്മുടെ പേഴ്സ്. രണ്ടുപേരും ഒരേ പേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. വാച്ച് നമ്മൾ ഒരേപോലത്തെ വാങ്ങിയതാണ്. പേഴ്സും നമ്മൾ ഒരേപോലത്തെ വാങ്ങിയാണ്. സത്യം പറഞ്ഞ ബോയ്സിന്റെ പേഴ്സാന്ന് തോന്നുന്നു. പക്ഷെ ബോയ്സിന്റെ പേഴ്സാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ കളറിൽ ഒരേ ഡിസൈനിൽ തന്നെ വേണമെന്നുണ്ട് മേടിച്ചു മാത്രമേ. ഇത് അജുവിന്റെ. ഇതെന്റെ. ഈ കളർ പോകാത്ത പുതിയത് കണക്കിരിക്കുന്ന എന്റെ. അതെന്താണെന്നറിയോ? ഇത് ഉപയോഗിക്കുന്ന പേഴ്സായോണ്ടാണ്. ഞാനും ഉപയോഗിക്കും. ഞാൻ കറക്റ്റായിട്ട്. പിന്നെ ഉള്ളത് ഈ ഫോട്ടോ. അത് നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാണ്. നമ്മൾ ഗിഫ്റ്റിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബുക്സ്. ആശാന്റെ ഫോൺ. എവിടെ നോക്കിയാലും ഫോണോ. അപ്പം ഇത് എൻ്റെ സഞ്ചാരി ബുക്കാണ്. നമുക്കിതുപോലത്തെ ഇതിപ്പോൾ ലാസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അത് മാറ്റിയേക്കാം. ഇത് ചിന്ത. നമുക്ക് നമ്മുടെ തോട്ട്സ് ഒക്കെ വരുമ്പോൾ എഴുതാനുള്ള ടൈപ്പ് ബുക്കാണ്. ഇത് സഞ്ചാരി ബുക്ക്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതാനുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു യാത്രകളുടെയൊക്കെ ബുക്കാണ്. ഇത് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് പോയല്ലോ. അത് കല്യാണത്തിന് മുമ്പ് പോയത്. ഇത് കൊടൈക്കനാൽ പോയത്. അങ്ങനെ കുറച്ച് എഴുതിയൊക്കെ വെച്ചു. ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഗോവയുടെ എഴുതണം. ഗോവയാണ് അടുത്ത് കഴിഞ്ഞ് വരും. അങ്ങനെ നമുക്ക് നിറയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അത് അങ്ങനെ ഒരു ബുക്ക്. അതാണ്. ഇപ്പം ഇത് പടം നമ്മൾ കണ്ട സിനിമകളുടെ ഒക്കെ എഴുതുന്നതാണ് കേട്ടോ. എല്ലാ സിനിമയില്ല, അത് മികച്ച സിനിമ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട നല്ല സിനിമകളൊക്കെ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് എഴുതി വയ്ക്കും. പിന്നെ അത് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്കാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ടേബിളിലുള്ളത്. പിന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ഫോട്ടോസൊക്കെ. ഇത് ഒരു സ്പെഷ്യലാണ് സാധനം. ഇത് നമുക്ക് കല്യാണത്തിന് സേവ് ദ ഡേറ്റിന് പോലെ ചെയ്തതാണ്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. കല്യാണക്കുറിയൊക്കെ അടിച്ചു. അല്ലെങ്കിൽ നമുക്ക് കുറിയാക്കാൻ പറ്റും. കല്യാണക്കുറി അടിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇത് ഞങ്ങള് ഇതേ ആക്കുള്ളായിരുന്നു. ഇതിന്റെ നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ആ കുട്ടി എന്ത് ഭംഗി. ആ ചെയ്ത ആളുടെ പേര് ഇൻസ്റ്റ ID ഇവിടെ നമുക്ക് കൊടുക്കാം. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് ആള് ചെയ്തത്. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഈ ഫ്രെയിം വാങ്ങിച്ചിട്ട് ഫോട്ടോ ഞങ്ങൾ തന്നെ പ്രിന്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ വാളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്.
പിന്നെ ഒരു ഭംഗിക്ക് വെറുതെ ഈ ഫ്ലവർ വേസ് ഒക്കെ ഇങ്ങനെ ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയാലേ ഇതും ഓൺലൈനിൽ നിന്ന് എല്ലാം വാങ്ങി ഓൺലൈനാണ്. ഒരേപോലത്തെ ഫോട്ടോസ് ഒക്കെ ഒരേപോലത്തെ ഫ്ലവർ വേസ് വാങ്ങി അങ്ങനെ വെച്ചിരിക്കുക. ഇത് നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാണ്, നമ്മൾ ഗിഫ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ 2 ബാഗും കൂടെ ഉണ്ട് അവിടെ. ഈ ബാഗ് തന്നെ എന്നെ ഈ ബാഗ് ഇല്ലാതെ കാണാനേ പറ്റില്ല. ഞാനും ഇത് ഇരട്ട പ്രസവിച്ച എവിടെ പോയാലും ബാഗ് ഉണ്ട്. സൂക്ക്. ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കാം, ബിക്കോസ് ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ അയ്യോ മുടിയും ഇതെല്ലാം കൂടെ കുരുങ്ങി, മൈക്കെല്ലാം കൂടെ ഇങ്ങനെയാണ് ഇടുന്നത്. മുമ്പ് ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ ഇടുമായിരുന്നു, ഇപ്പം ഇങ്ങനെ ഇടുന്നു. ഇപ്പം ഇങ്ങനെ ഇട്ട് ശീലമായി അങ്ങനെ ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതിവിടെ പറയാൻ കാര്യം തെന്നി മാറും. എൻ്റെ ഫേവറേറ്റ് ബാഗാണ്. ചേച്ചി അവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഇത് നമ്മൾ ഗോവയിൽ പോകാൻ വാങ്ങിയല്ലേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അയ്യോ ക്യാരംസ് ബോർഡ്. പിന്നെ ഞങ്ങള് കൊടൈക്കനാൽ പോയപ്പോ ഞങ്ങളെ ക്യാരംസ് മത്സരം എല്ലാരും കണ്ടതായിരിക്കും. അപ്പം അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ പോയി വാങ്ങിച്ചത്. വെറുതെ ആട്ടോ, രണ്ടുപേർക്കും നല്ലപോലെ കളിക്കാൻ അറിയാം. ക്യാരംസ് രണ്ടുപേരും നല്ലപോലെ കളിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് രണ്ടുപേർക്കും ഫേവറേറ്റ് ആയതുകൊണ്ടിട്ട് നമ്മൾ വാങ്ങിയത്. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയി വാങ്ങിയ സാധനം ക്യാരം ബോർഡാണ്. അപ്പൊ അതവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അലമാരിയാണ്. ഒരു ദിവസം അലമാരി ടൂർ ചെയ്യാല്ലേ. ഒരു ദിവസം ഇപ്പം തുറന്നാ ഭയങ്കര അതുകൊണ്ട് പിന്നെ കാണാം. ഇത് നമുക്കൊരു അലമാര ടൂറായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മള് ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ചർച്ചയിൽ നിന്ന് വാങ്ങിയത്. ഇത് ഗോവ, ഇത് കൊടൈക്കനാൽ, ഇതും ഗോവ, അതും ഗോവ. അലമാരി മൊത്തം നടക്കണമെന്നാണ് ആഗ്രഹം. ഈശ്വരന്റെ അനുഗ്രഹത്തിൽ നടക്കട്ടെ. അപ്പൊ ഇത് നമ്മുടെ അലമാരി. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതോടെ കാണിക്കും. എന്ത് പ്രഹസനാണ് സജി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സെക്ഷൻ. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ കുറച്ച് ബുക്സ്, അപ്പുറത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അത് കിറ്റിനകത്ത് അവിടെ വെച്ചിരിക്കുക. അതൊക്കെ പിന്നെ ഉള്ളത് നമ്മുടെ ബുക്സ് ആണ്. എൻ്റെ 1/2 ബുക്സും വീട്ടിലിരിക്കുക. എല്ലാം കൂടി നമുക്ക് ഇത്തിരി ദൂരമല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. വണ്ടിയിൽ വരുന്നോണ്ട് കയ്യിൽ കൊള്ളുന്ന ഒരു ദിവസം വള്ളത്തെ പോകുമ്പോൾ എടുത്തിട്ട് വരാം. അങ്ങനെ ബുക്സ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ ഫോട്ടോ ശ്യാം ചേട്ടൻ, ചാത്തനാടുള്ള ശ്യാം ചേട്ടൻ വരച്ചതാണ് ഈ ഫോട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് വരച്ചേക്കണം അല്ലേ. ഈ ഫോട്ടോ ഏതാന്ന് വെച്ചാൽ അല്ലല്ല, ഞാനും നല്ല ഭംഗിയായിട്ട് പോവാ. വേണ്ട, ഈ ഫോട്ടോ വരച്ചേക്കുന്നേ. ഇത് ഈ ഫോട്ടോ കാണിച്ചേ. ഈ ഫോട്ടോയാണ് ഇവിടെ കാണിച്ചേ. ഈ ഫോട്ടോയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഞാനും നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഗോവയിൽ നിന്ന് വാങ്ങിയ തൊപ്പി. ഒരു ഗോവയിലെ ഓർമ്മയ്ക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കുക. ഞാൻ ഇതൊന്ന് വെക്കട്ടെ. ഒന്നായിരിക്കും വെച്ച ഗോവയുടെ ബീച്ചെല്ലാം അലഞ്ഞു തിരിഞ്ഞ തൊപ്പിയാണ്. ഓർമ്മക്കാട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. അയ്യോ, ഈ ലൈറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കേട്ടോ. മനസ്സിലായി, ഈ ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്ത് ചുറ്റുമായിട്ടുണ്ട്. നമുക്ക് രാത്രി കാണുന്ന രസമായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നോണ്ടാണ് നമുക്ക് അത്ര തോന്നാത്തത്. നല്ല ഭംഗിയാണ്. ബെഡ്, ഇവിടെ ഒരു ഫോൺ. ഇത് ബെഡ് അത്രയല്ലേ ഉള്ളല്ലേ. പിന്നെ ഉള്ളത് ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ ഫോട്ടോസ് മൊത്തം ഇത് നമുക്ക് വീഡിയോ ചെയ്ത് തന്ന ആള്, നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്തവര്, മാരേജ് ആൽബം ചെയ്യുന്ന ആൾക്കാർ അവരെന്നാണ്. ഇത് നമ്മളുടെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു അനിയത്തിക്കുട്ടി ചെയ്തതെന്നാണ്. ഇത് കായംകുളത്തുള്ള മുത്തൂറ്റിന്റെ ബ്രാഞ്ചുകാർ അല്ലേ, നമ്മുടെ ഏരിയക്കാർ ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളത് ആ ഒരു ലൈറ്റ്, ഒരു വാം ലൈറ്റ്. നമുക്ക് രാത്രിയിൽ ഒത്തിരി ലൈറ്റ് വരുമ്പോൾ നമുക്ക് തലവേനയൊക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റ് അവർ ലൈറ്റ്. പിന്നെ ഒരു ക്ലോക്ക്. ഇത് കാണുമ്പോൾ വലുപ്പമുണ്ട്, പക്ഷെ റേറ്റ് നല്ല കുറവായിരുന്നു. എത്ര രൂപയായിരുന്നു അതിന്? 150 അത്ര സംതിങ് ഉള്ളു കേട്ടോ. നല്ലതാണ് കേട്ടോ അത്. ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് വെക്കുന്ന 4 ഹെൽമെറ്റ്. ഇത് അങ്ങനെ ഹെൽമെറ്റിന്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് കിറ്റുകളാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര പറയണമെന്ന് തോന്നി. നമ്മൾ ഏതെങ്കിലും സാധനം മേടിച്ച കിറ്റുകളൊക്കെ നമ്മൾ എപ്പോഴും വലിച്ചു വരരുത്. ആ കിറ്റ് എല്ലാം കൂടെ നമ്മൾ വലിയൊരു കിറ്റിനകത്താക്കി വെച്ചേക്കുക. നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ കിറ്റ് എടുക്കുക, കിറ്റ് കൊടുക്കും. അങ്ങനത്തെ നല്ല മനസ്സാണ് ഞങ്ങൾക്ക്. കിറ്റ് വരെ നമ്മൾ കൊടുക്കും. അടുത്ത സെക്ഷൻ. പിന്നെ ഇത് മൊത്തം അടുക്കള
ഇത് മൊത്തം അടുക്കള കാണൽ ചടങ്ങിന് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. കുക്കറ്, 4 ലിറ്റർ കുക്കർ, 5 ലിറ്റർ കുക്കർ, പീജിയോന്റെ പാത്രം, അങ്ങനത്തെ കുറെ. പിന്നെ എൻ്റെ 1-2 ബാഗൊക്കെ അവിടെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. ഹെൽമെറ്റ്, ഇത്രേ ഉള്ളൂ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെരുപ്പ്, സോപ്പ് പെട്ടി, നമ്മുടെ തേപ്പ് പെട്ടി, പിന്നെ ഒരു രക്തചന്ദനം, നമ്മൾ ഈ മുഖത്തെ പാടൊക്കെ പോകാനായിട്ടൊക്കെ രക്തചന്ദനമൊക്കെ നല്ല ഒരു ഹോം റെമഡി എന്ന് പറയുന്ന പോലെ ചെയ്യണം. അപ്പോൾ അത്, പിന്നെ എൻ്റെ ബാഗ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് ബാഗ് അതാണ്. കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ആ ഒരു ഐറ്റംസൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ അതാണ്. മുമ്പ് ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ വേറെ എന്താ വെച്ചുകൊണ്ടിരുന്നത്? ബാഗൊക്കെയാണ്. ഞാൻ വന്നപ്പോൾ അത് മാറ്റി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു റൂം ടൂർ. ഇത്രയും സാധനങ്ങളാണ് മുറിയിലുള്ളത്. ഇനി ആ കാണിക്കാനുള്ളത് അലമാരിക്ക് ഉള്ളില്ലാത്ത സാധനങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നത് അലമാരി കാണിക്കാനുണ്ട്. അപ്പം ഇത്തിരി സാധനങ്ങളൊക്കെ അതിനകത്ത്, കുറേ സാധനങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്, ടേബിളിലൊന്നും വെച്ചില്ല. അപ്പോൾ ഞാൻ ഇനി അതൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മുറി. എല്ലാം കാണിച്ചില്ലേ? എല്ലാം കാണിച്ചു, ഒന്നും കാണിക്കാനില്ല. എല്ലാം കാണിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ഒരാളിവിടെ വന്ന് പതുക്കെ തട്ടി വിളിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങളുടെ അടുത്ത ആള് വന്നിട്ടുണ്ട്. റൂംടൂറിനകത്ത് പെടുന്ന ആളാണ്, കാരണം ഫുൾ ടൈം ഇതിനകത്താണ്. ഹായ് പറ. ഹലോ ജിക്ക്. ഹലോ എല്ലാവർക്കും. ഞങ്ങൾ റൂം ടൂർ എല്ലാം കാണിച്ചു. റൂം എടുത്ത് കാണിച്ചു. അപ്പം താനില്ലാതെ ഇത് പൂർത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ. അത് വീഡിയോ. ഹായ് പറ എല്ലാവർക്കും. ഹായ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ റൂം ടൂർ. അപ്പൊ അത്രേ ഉള്ളു അല്ലേ? ഒന്ന് ഓഫ് ചെയ്തേക്കത്.